പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒരു ദിവസം കഴിയുക, ഒരു രാത്രി കഴിയുക. ഈ രാത്രിയൊക്കെ പ്രകൃതിയുടെ മടിത്തട്ടിൽ കഴിയുക എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത അനുഭവമാണ്. പക്ഷേ അതിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുന്ന ഒരു ഘടകം, അവിടെ എങ്ങും പോയാൽ താമസിക്കാൻ രാത്രിയിൽ ഹോട്ടലില്ല എന്നുള്ളതാണ്. അപ്പോൾ താമസവും യാത്രയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംവിധാനം, അതാണ് റൂഫ് ടോപ്പ് ടെൻറ്റുകൾ. കാറിൻ്റെയൊക്കെ മുകളിൽ വെച്ച് കെട്ടാവുന്ന ടെൻറ്റുകളാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സിനിമയുണ്ടല്ലോ, മമ്മൂട്ടിയുടെ പഴയ സിനിമ ജോണി വാക്കർ, അതിനകത്തെ ഒരു പാട്ടിൻ്റെ ഒരു വരിയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ശാന്തമീരാത്തിൽ നിന്നുള്ള പാട്ടിനകത്തൊരു വരിയുണ്ട്, ആകാശക്കൂടാര കീഴിൽ നിലാവിൻ്റെ പാൽക്കിണ്ണം. അപ്പോൾ അത് ആ വരിയിലൊക്കെ കാണുന്നത് പോലെ ഒരു രാത്രി, ലാ 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 ലാ. അങ്ങനെയൊക്കെ പോകണമെങ്കിൽ ഇതുപോലെ റൂഫ് ടോപ്പിൻ്റെ ഒക്കെ ഉള്ള വാഹനങ്ങളുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. യാത്രകളും ക്യാമ്പിങ്ങും ഇഷ്ടപ്പെടുന്ന മലയാളി സഞ്ചാരികൾക്കിടയിൽ രൂപപ്പെടുന്ന പുതിയ തരംഗമാണ് റൂഫ് ടോപ്പ് ടെൻറ്റുകൾ. പരമ്പരാഗത ക്യാമ്പിംഗ് സമ്പ്രദായങ്ങളിൽ നിന്ന് മാറി സ്വന്തം വാഹനത്തിൻ്റെ മേൽക്കൂരയെ ഒരു കിടപ്പുമുറിയാക്കി മാറ്റുന്ന ഈ വിദ്യ ഓഫ് റോഡ് പ്രേമികളുടെയും ദീർഘദൂര യാത്രക്കാരുടെയും പ്രിയപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞു. പ്രകൃതിയുമായി സല്ലപിച്ച് ഹരം കൊള്ളിക്കുന്ന അനുഭവങ്ങൾ നൽകാൻ റൂഫ് ടോപ്പ് ടെൻറ്റുകൾ സാധ്യത ഒരുക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് കൂടുതലായിട്ട് ഇങ്ങനൊരു ഐഡിയ വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പർ വാൻ സെറ്റ് ചെയ്തത്. ക്യാമ്പർ വാൻ ആണെങ്കിലും ഇതൊരു ടെൻറ്റ് മാതിരിയാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കൂടുതലും ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് ഇതിനുള്ളത്. കാറുകളുടെയോ SUV-കളുടെയോ മുകളിൽ റൂഫ് റാക്കിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന മടക്കാവുന്ന ടെൻറ്റുകളാണിവ. യാത്ര ചെയ്യുമ്പോൾ ഇതൊരു ചെറിയ ബോക്സ് പോലെ വാഹനത്തിന് മുകളിലിരിക്കും. ക്യാമ്പ് ചെയ്യേണ്ട സ്ഥലത്തെത്തിയാൽ മിനിറ്റുകൾക്കകം ഇത് നിവർത്തി ഒരു കിടപ്പുമുറിയാക്കി മാറ്റാം. ടെൻറ്റിനുള്ളിലേക്ക് കയറാനായി ഒരു ഏണിയും ഇതിനോടൊപ്പം ഉണ്ടാകും. ടെൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഗ്രില്ലിലാണ്. ഈ ഗ്രില്ലിൽ 3 ക്ലിപ്പിങ് കൊടുത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയുടെ മുകളിൽ അധികം ഭാരം വരുന്നില്ല. 85 കിലോയാണ് ഈ ടെൻറ്റിന് വെയിറ്റ് വരുന്നത്. പ്രകൃതി സൗഹൃദവും ആധുനികവുമായ യാത്രാശൈലി യുവാക്കൾക്കിടയിൽ ഓവർലാൻഡിംഗ് എന്നൊരു യാത്രാ സംസ്കാരം വളർത്തുന്നുണ്ട്. ലക്ഷ്യസ്ഥാനത്തേക്കാൾ യാത്രയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു രീതിയാണിത്. കാടിൻ്റെ നടുവിലോ പുഴയോരത്തോ കടൽത്തീരത്തോ സൗകര്യപ്രദമായൊരു സ്ഥലത്ത് വാഹനം നിർത്തി അതിനു മുകളിൽ ടെൻ്റടിച്ച് നക്ഷത്രങ്ങളെ നോക്കി കിടന്നുറങ്ങുന്ന അനുഭവം റൂഫ് ടോപ്പ് ടെൻറ്റുകൾ യാഥാർത്ഥ്യമാകുന്നു. യാത്രയും താമസവും ഒരുമിച്ച് സാധ്യമാകുന്നതോടെ പുതിയ സഞ്ചാരയിടങ്ങളിലേക്കുള്ള ജാലകങ്ങൾ തുറക്കുന്നു. ഇടുക്കിയുടെയും വയനാടിൻ്റെയും കാടിൻ്റെ പശ്ചാത്തലത്തിൽ പിരിമുറുക്കങ്ങൾ അഴിച്ചുവെച്ച് ഒരു ദിനം. പ്രമോദ് കട്ടപ്പനയെപ്പോലുള്ള വ്ളോഗർമാർ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് വീഡിയോകൾ കാഴ്ചക്കാർക്ക് വേണ്ടി ഒരുക്കുന്നത്. ഞാൻ എൻ്റെ പേജിൽ ഇതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് പ്രതികരണങ്ങളാണ് ഉണ്ടായത്. കേരളത്തിൽ ഇപ്പോൾ ഏകദേശം 3-4 ക്യാമ്പർ വാൻ ഇതുപോലുണ്ട്. യാത്രകളിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ടെൻറ്റാണ് ഈ ക്യാമ്പർ വാൻ. ഇപ്പോൾ ഓഫ് റോഡ് യാത്രകളും ദീർഘദൂര റോഡ് ട്രിപ്പുകളും ഇഷ്ടപ്പെടുന്നവരാണ് പ്രധാനമായും റൂഫ് ടോപ്പ് ടെൻറ്റുകൾ ഉപയോഗിക്കുന്നത്. ഈ സംവിധാനത്തിൽ മെത്തയും രാത്രികാല വിശ്രമ സൗകര്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. മഴ, ചെളി, ഇഴജന്തുക്കൾ, ചെറിയ വന്യമൃഗങ്ങൾ എന്നിവയിൽ നിന്ന് കൂടുതൽ സുരക്ഷ ലഭിക്കുന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഭൂരിഭാഗം റൂഫ് ടോപ്പ് ടെൻറ്റുകളിലും ഉയർന്ന ഗുണനിലവാരമുള്ള മെത്തകൾ ഇൻബിൽറ്റായി വരുന്നുണ്ട്. അതിനാൽ കിടക്ക പ്രത്യേകം കരുതേണ്ടതില്ല. അകത്ത് വരുമ്പോൾ നമുക്ക് ഇരിക്കാവുന്നതാണ്. ഇരുന്നാൽ നമ്മുടെ തല മുട്ടാത്ത രീതിയിലുള്ള ഹൈറ്റുണ്ട്. അതുപോലെ തന്നെ ബെഡുണ്ട്, നല്ലൊരു ബെഡ്. 4 സൈഡിലും വിൻഡോസ് ഉണ്ട്. പോരാതെ രാത്രിയിൽ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ വിൻഡോ ഓപ്പൺ ചെയ്ത് കൊതുകുവല ഉള്ളതാണ്.
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർഷങ്ങളായി പ്രചാരത്തിലുള്ള ഈ ക്യാമ്പിംഗ് രീതി ഇപ്പോൾ ഇവിടെയും വ്യാപകമാവുകയാണ്. 6 അടി നീളത്തിൽ 4 അടി വീതിയിലാണ് ഇതിന് മുകളിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 ക്ലിപ്പിംഗ് ഉണ്ട്. ആ 2 ക്ലിപ്പിംഗ് ഊരിയതിന് ശേഷമാണ് മുകളിലുള്ള ലാഡർ ഒരു സ്ക്രൂ കൊടുത്ത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഉയർത്തി കഴിയുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉയർത്താവുന്നതാണ്. ഉയർത്തി കഴിയുമ്പോഴത്തേന് ടെൻറ്റ് നേരെ ഓപ്പൺ ചെയ്ത് നമ്മൾ നിൽക്കുന്ന വശത്തേക്ക് വരുന്നതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ 48 സ്ക്വയർ ഫീറ്റ് വരുന്നത്. 48 സ്ക്വയർ ഫീറ്റിൽ പറഞ്ഞ പോലെ നമുക്ക് 4 പേർക്ക് ഈസി ആയിട്ട് സ്റ്റേ ചെയ്യാവുന്നതാണ്. SUV വാഹനങ്ങളുടെയും അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെയും വളർച്ചയോടെയാണ് റൂഫ് ടോപ്പ് ടെൻറ്റുകൾക്ക് ആവശ്യക്കാർ വർദ്ധിച്ചത്. യാത്രക്കിടെ ഹോട്ടൽ മുറികൾ തേടേണ്ട സാഹചര്യം കുറയ്ക്കുന്നതിനാൽ സഞ്ചാരികളുടെ യാത്രാ ചെലവ് ഗണ്യമായി കുറയുന്നു. 2 മുതൽ 4 പേർക്ക് വരെ താമസിക്കാൻ കഴിയുന്ന മോഡലുകളാണ് കൂടുതലായും വിപണിയിലുള്ളത്. ഹാർഡ് ഷെൽ, സോഫ്റ്റ് ഷെൽ എന്നീ വിഭാഗങ്ങളിൽ ലഭിക്കുന്ന ടെൻറ്റുകളുടെ വില 80,000 മുതൽ 4 ലക്ഷം രൂപ വരെയാണ്. വാഹനത്തിൻ്റെ റൂഫ് ലോഡ് കപ്പാസിറ്റിയും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഇവ സ്ഥാപിക്കുന്നത്. യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വന്നതിനാൽ പ്രത്യേകിച്ച് നമ്മുടെ ഇടുക്കി ജില്ലയിൽ യാത്ര ചെയ്യാനാണ് ആദ്യം ആഗ്രഹിച്ചത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഇടുക്കിയിലെ ചില സ്ഥലങ്ങളിലെല്ലാം വളരെ കയറ്റവും ഇറക്കവും അതുപോലെ കാടുകൾ നിറഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ യാത്ര ചെയ്യാം എന്ന് ഒരുപാട് ആലോചിച്ചു. പല വാഹനങ്ങളിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് വന്നു. റിസോർട്ടുകൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് വന്നു. വാഹനത്തിൽ റൂഫ് ടോപ്പ് ടെൻറ്റുകൾ ഘടിപ്പിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാഹനത്തിൻ്റെ മേൽക്കൂരയ്ക്ക് ഭാരം താങ്ങാൻ കഴിയണം. വാഹനം ഓടുമ്പോഴുള്ള ഭാരവും നിർത്തിയിടുമ്പോഴുള്ള ഭാരവും കൃത്യമായി അറിഞ്ഞിരിക്കണം. ടെൻറ്റിനെ കാറുമായി ബന്ധിപ്പിക്കുന്ന റാക്കുകൾ മികച്ച ബ്രാൻഡിൻ്റേതും ദൃഢതയുള്ളതുമായിരിക്കണം. മാനുവലായിട്ടാണ് ഈ ടെൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 95,000 രൂപയാണ് ടെൻറ്റിന് വരുന്നത്. കേരളത്തിലും വാഗമൺ, മൂന്നാർ, ഗവി, വയനാട് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകളിൽ റൂഫ് ടോപ്പ് ടെൻറ്റുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയും സാഹസിക വിനോദസഞ്ചാരവും കൈകോർക്കുന്ന പുതിയ പ്രവണതയായി റൂഫ് ടോപ്പ് ടെൻറ്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടൽ മുറികളുടെ അതിർവരമ്പുകൾക്കുള്ളിൽ ഒതുങ്ങാതെ സ്വാതന്ത്ര്യത്തോടെ ലോകം ചുറ്റാൻ ആഗ്രഹിക്കുന്ന മലയാളി സഞ്ചാരികൾക്ക് ഇതൊരു മികച്ച സൗകര്യമാണ്. വരുന്ന നാളുകളിൽ കേരളത്തിലെ റോഡുകളിലും ഇത്തരം ആകാശക്കൂടാരങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങൾ സജീവമായി കാണാനായേക്കും. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.